السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സൂറത്തു നാസിആത്താണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. ജുസു അമ്മയിലെ രണ്ടാമത്തെ സൂറത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ فالسابقات سبقا فالمدبرات أمرا. സൂറത്തു നാസിആത്ത് മക്കിയായ സൂറത്താണ്. 46 വചനങ്ങളാണ് അതിലുള്ളത്. ചെറിയ വചനങ്ങളാണ്. മുസ്ഹഫിലെ തർത്തീബ് അനുസരിച്ച്, ഘടന അനുസരിച്ച് 79-ാമത്തെ അധ്യായമാണ്. 79-ാമത്തെ അധ്യായമാണ്. അവതരണമനുസരിച്ച് 84-ാമത്തെ അധ്യായമാണ്. 84-ാമതായി അവതരിച്ചതാണ് സൂറത്തു നാസിആത്ത്. ഈ മുസ്ഹഫിലെ തർത്തീബ് അനുസരിച്ച് തന്നെ സൂറത്തു നബഇന് ശേഷമാണ് സൂറത്തു നാസിആത്ത് വന്നത്. രണ്ട് സൂറത്തും ഏകദേശം ഒരേ തീമാണ് രണ്ടിലുമുള്ളത്. സൂറത്തു സാഹിറ എന്നുകൂടി അതിന് പേരുണ്ട്. അസ്സാഹിറ, അപ്പോൾ അതതിൽ വരുന്നുണ്ട്. ഫൈദാഹും ബിസ്സാഹിറ എന്നതിൽ വരുന്നുണ്ട്. വന്നാസിആതി ഗർഖാ. വന്നാസിആത്ത്, നസഅ എന്നതിൽ നിന്നാണ് നാസിആത്ത് വന്നത്. നസഅ എന്ന് പറഞ്ഞാൽ ഊരിയെടുത്തു, പറിച്ചെടുത്തു എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നാസിആത്ത് വന്നത്. അന്നാസിആത്ത്, നാസിആത്ത് എന്ന് പറഞ്ഞാൽ ഊരിയെടുക്കുന്നവ അല്ലെങ്കിൽ പിടിച്ചു വലിക്കുന്നവ എന്നൊക്കെയാണ്. നാസിആത്ത് അതിൻ്റെ ബഹുവചനമാണ് നാസിആത്ത്. വ എന്ന വാവുൽ ഖസം എന്നാണ് അതിന് പറയാം. വാവുൽ ഖസം. ഖസം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാന്ന്. സത്യം ചെയ്യാനുള്ള വാവാണ്. വല്ലാഹി എന്നുള്ളൊരു വാവില്ലേ, അള്ളാഹുവിൻ്റെ മുമ്പൊരു വാവെന്നല്ലോ നമ്മൾ സാധാരണ പരിചയമുള്ളതാണ്. അത് വാ എന്ന് പറഞ്ഞാൽ വാവുൽ ഖസമാണ്. ഖസം എന്ന് പറഞ്ഞാൽ സത്യമാണ്, സത്യം ചെയ്യാനുള്ള വാവാണ്. അതുപോലെ ഇവിടുത്തെ വാവും അതിനുള്ളതാണ്. വന്നാസിആത്ത്, അപ്പോൾ ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. വന്നാസിആതി ഗർഖാ. ഗർഖാ, ഗറഖ, അതിൽ നിന്നാണ് ഗർഖ് വന്നത്. മുങ്ങിക്കൊണ്ട്, നിർദ്ധയമായി, ശക്തമായി എന്നൊക്കെയാണ്. വന്നാസിആതി ഗർഖാ. ഇവിടെ നാസിആത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഊരിയെടുക്കുന്നവ എന്ന് പറഞ്ഞാൽ ഊരിയെടുക്കുന്ന ഒരു മലക്കിനെ കുറിച്ചാണ് പറയുന്നത്. പിടിച്ചു വലിക്കുന്ന ഒരു മലക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അവിശ്വാസികളുടെ ആത്മാവുകളെ നിർദ്ധയമായി ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. വന്നാസിആത്ത്, നാസിആത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ്. വന്നാസിആത്ത്, ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. എന്തിനാണ് ഊരിയെടുക്കുന്നത്? ആത്മാവിനെയാണ്. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആത്മാവിനെ മരണസമയത്ത് മലക്കുകൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഊരിയെടുക്കുകയാണ്. ആ ഊരിയെടുക്കുന്ന പ്രക്രിയ അത് ഗർഖാണ്. ഗർഖ്, ഗറഖ എന്ന് പറഞ്ഞാൽ ശരിക്കും മുങ്ങീന. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും കൂടെ ഗറഖ ചേർത്താൽ അതിലങ്ങേയറ്റം പോയി എന്നാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് വെള്ളത്തിൽ മുങ്ങണേന് എന്ത് പറയും?
ഗറഖാവർ, ഗരീഖ് എന്ന് പറയും മുങ്ങി മരിച്ചവൻ എന്നൊക്കെ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഈ മലക്കുകൾ മനുഷ്യൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോവുകയാണ്. എല്ലാ ഭാഗത്തും പോവും. മനസ്സിലായല്ലോ? വിശേഷിച്ചും ഈ കുഫാറുകളുടെ, അവിശ്വാസികളുടെ റൂഹിനെ പിടിച്ചെടുക്കാൻ. അവിശ്വാസികളുടെ റൂഹ് അങ്ങനെയാണ് പിടിച്ചെടുക്കുക. മരണാസന്നമായ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവരുടെ നെഞ്ചിൻ്റെ അടുന്നൊക്കെ ഭയങ്കരമായൊരു ശബ്ദം വരും, ഒരു അലർച്ച മാതിരി. ഹഷ്റജത്ത് എന്നാണ് അതിന് പറയുക. അതൊരു വല്ലാത്ത ശബ്ദമാണ്. ആ ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റൂഹിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അവൻ്റെ ശരീരത്തിലൂടെ ഗറക്ക് ചെയ്യാണ്, മുങ്ങി വലിച്ചെടുക്കുകയാണ് മലക്കുകൾ. അതാണെന്ത് നാസിയാത്ത് എന്ന് പറഞ്ഞത്. വന്നാസിയാറ്റി ഗർഖ. ഇവിടെ അള്ളാഹു സത്യം ചെയ്യണം. വ എന്ന് പറഞ്ഞാൽ സത്യമാണല്ലോ. ആരാ സത്യം ചെയ്യണം? അള്ളാഹുവാണ്. അള്ളാഹു സത്യം ചെയ്യണം. എന്ത്? അവിശ്വാസികളുടെ ആത്മാവുകൾ അതിശക്തമായി ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അള്ളാഹുവിന് സത്യം ചെയ്യാം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാം. പക്ഷെ മനുഷ്യന് പാടില്ല. നമുക്കെന്തേ പാടുള്ളൂ? അള്ളാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക എന്നാണ്. അള്ളാഹു അല്ലാത്ത എന്തിനെ കൊണ്ട് സത്യം ചെയ്താലും അവൻ ഷിർക്ക് ചെയ്തവനായി. എന്നാൽ അള്ളാഹുവിന് ചെയ്യാം. അള്ളാഹു ഇവിടെ ഇങ്ങനെ ഒരു സത്യം ചെയ്യാനൊരു കാരണമുണ്ട്. അത് നമ്മൾ സൂറത്തു നബഇൻ്റെ ആദ്യത്തിലെ ആയത്തുണ്ടല്ലോ, അമ്മ യതസാഅലൂൻ. അവരെന്തോ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ലോ പറഞ്ഞ്. ചോദിച്ചുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചാണ്? അന്ത്യദിനത്തെക്കുറിച്ചാണ്. അതേ ചോദ്യം ഇവിടെയുണ്ട്. ഈ ചോദ്യത്തിൻ്റെ അവസാനമാണ് വരുന്നത്. യസ്അലൂനക അനിസ്സാഅ അയ്യാന മുർസാഹ. അവർ ചോദിച്ചു, എന്നാടോ നീ പറയുന്ന അന്ത്യദിനം, എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ അധ്യായം. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹു പറയുന്നത് സത്യം ചെയ്ത് പറയാം. വന്നാസിയാറ്റി ഗർഖ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇത് സത്യം ചെയ്ത് പറയാൻ കാരണം ഇതെല്ലാവരും കാണുന്നതാണ്. എല്ലാവരും കാണുന്നതാണ്. മനുഷ്യൻ്റെ മരണസമയത്ത് ഈ ഒരു അനുഭവം എല്ലാവരും കാണും. ഈ അനുഭവം എന്താണെന്ന് ആളുകൾക്കറിയില്ല. അതല്ല പറഞ്ഞു കൊടുക്കുക. ആ അനുഭവം ഇതാണ്. എന്താ? മരിക്കുമ്പോൾ അവിശ്വാസികളുടെ റൂഹ് പിടിച്ചെടുക്കുമ്പോൾ അതിശക്തമായി അവിശ്വാസികളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് മുങ്ങിച്ചെന്ന് ആ റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. അതാണെന്ത് സംഭവിക്കുന്നത്. അതാണ് വന്നാസിയാറ്റി ഗർഖ എന്ന് പറഞ്ഞത്. ഈ മനുഷ്യന്, അവിശ്വാസിയായ മനുഷ്യന് അവനനുഭവിക്കുന്ന ആദ്യത്തെ ശിക്ഷ അതാണ്. ആദ്യത്തെ ശിക്ഷ അത് അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ റൂഹിനെ പിടിച്ചെടുക്കുമ്പോഴുള്ള അവസ്ഥ, അത് ശിക്ഷയാണ്. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു അൻആമിലെ 93-ാമത്തെ വചനമുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകുമുൽ യൗം തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. സൂറത്ത് അൻആമിലെ 93-ാമത്തെ വചനമാണ്. നിങ്ങൾ മുസ്ഹഫ് വേണമെങ്കിൽ മറിച്ചു നോക്കിയാൽ ആയത്ത് കാണും. എന്താ പറഞ്ഞത്? വലൗ തറാ, നീ കാണുകയാണെങ്കിൽ, ഇദ് അല്ലാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, ലാലിമുകൾ മരണാസന്നമാകുന്ന അവസ്ഥ നീ കാണുകയാണെങ്കിൽ. അള്ളാഹു ഇങ്ങനെ പച്ചയായിട്ട് പറയണത്. വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവൻ്റെ അടുത്ത് വന്നിട്ട്
കൈ ഇങ്ങനെ പിടിച്ച് നിർത്തി വെച്ചേക്കാണ്. എന്നിട്ട് മലക്കുകൾ പറയും അഖ്രിജു അഖ്രിജു, എന്നിട്ട് പുറത്തേക്ക് താ, അഖ്രിജു അൻഫുസക്കും, നിങ്ങളുടെ ആത്മാവിനെ പുറത്തേക്കോ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന്, അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ, ഇന്ന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും മോശമായ ശിക്ഷ നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ശിക്ഷ. എന്താ? ഇതാണ്. എന്താ കാര്യം നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം? ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിനെ കുറിച്ച് സത്യസന്ധമല്ലാത്തത് നിങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അഹങ്കാരികളായി, സ്വീകരിച്ചില്ല. സൂറത്ത് അനാമിലെ 93-ാമത്തെ വചനമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം പറയുന്നുണ്ട്. സൂറത്ത് അൻഫാലിലുണ്ട്. സൂറത്ത് അൻഫാലിലെ 50-ാമത്തെ വചനം, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. ഭയങ്കര. വലൗ തറാ, നീ കാണുകയാണെങ്കിൽ, നിനക്ക് കാണാൻ കഴിയില്ല, അത്രയും അസഹ്യമാണ്. അതാണ് പറഞ്ഞു, നിങ്ങൾ അങ്ങനത്തെ മരണം ആസന്നമായ സ്ഥലത്ത് പോയാൽ അത് കാണും, ഈ സംഭവം ശരിക്കും കാണും. അവർ, നമ്മളെന്താ വെച്ചാൽ മലക്കുകളെയൊന്നും നമ്മൾ കാണില്ല, കാരണം നമ്മുടെ കണ്ണുകൾക്ക് അപ്പം മലക്കുകളെ കാണാൻ പറ്റില്ല, മരിച്ചാലേ കാണുള്ളൂ, അതിന് മുമ്പ് കാണില്ല. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു അൽ മലായിക, മലക്കുകൾ കാഫറായവൻ്റെ റൂഹ് പിടിക്കുന്ന രംഗം നിങ്ങൾ കണ്ടാൽ, എങ്ങനെയറിയോ തുടങ്ങണത്? യദ്രിബൂന വുജൂഹഹും, ആദ്യം അവരുടെ മുഖത്തടിക്കും. നമുക്ക് പല മുഖത്തടിയും പരിചയമുണ്ട്, ഇത് മലക്കുകളടിക്കുക. യദ്രിബൂന വുജൂഹഹും, പിന്നെ അദ്ബാറഹും, അവരുടെ പിൻഭാഗത്തടിക്കും. മുഖത്തും അടിക്കും, പിൻഭാഗത്തും അടിക്കും. എന്നിട്ട് വദൂഖു, അവരോട് പറയും, വദൂഖു അദാബൽ ഹരീഖ്, ഈ അദാബുൽ ഹരീഖ്, കടുപ്പമുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയും. അതാണ് എന്ത്? വന്നാസിആതി ഗർഖാ. അത് ഭയങ്കരമാണ്. ഒരുപാട് സമയം നീണ്ടു നിൽക്കും, ചിലപ്പോൾ ഒരുപാട് സമയം നീണ്ടു നിൽക്കും. അത് ശരിക്കും ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെപ്പോഴെങ്കിലും കാണേണ്ട സംഗതികളാണ്. ഒരുപാട് സമയം നിലനിൽക്കും. രാവിലെ തുടങ്ങി പറയും ആളുകൾ, എന്ത് മൗത്തിൻ്റെ ഹാലിലാണ്, രാവിലെ മുതൽ തുടങ്ങിയത്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിതാണ് ഈ ഒരു സംഗതിയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിവരിച്ചിട്ടുണ്ട്. സഹിഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നൽ അബ്ദൽ കാഫിർ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിന ദുനിയ, കാഫിർ ദുനിയാവിൽ നിന്ന് പോകാൻ സമയമായാൽ, വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ആഖിറത്തിലേക്ക് പോകാൻ സമയമായാൽ, രണ്ട് മലക്കുകൾ വരും. നസല മിനസ് സമാഇ മലായികത്തുൻ, രണ്ടല്ല ഒരുപാട് മലക്കുകൾ, കറുത്ത മുഖമുള്ള, അവരുടെ കയ്യിൽ വടിയുണ്ടാവും, ചാട്ടാവാറ് മാതിരിയുള്ള വടികൾ, മസൂർ. എന്നിട്ട് യജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, കേട്ടോ, ഇത് ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല റസൂലിനല്ലാതെ. യജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, ഈ മലക്കുകളൊക്കെ അവിടെ ഈ ഭീകരമായ വേഷത്തിൽ വന്നിട്ട് ഇവൻ്റെ കണ്ണെത്താവുന്ന ദൂരത്തിരിക്കുന്ന, കണ്ണെത്താവുന്ന ദൂരത്ത് ഇരിക്കും. സുമ്മ യജിഉ മലക്കുൽ മൗത്ത്, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് വരിക? മലക്കുൽ മൗത്ത് വരിക. മലക്കുൽ മൗത്ത് വന്നിട്ടിരിക്കുക, ഹത്താ യജ്ലിസ ഇൻദ റഅസി, അവൻ്റെ തലയുടെ ഭാഗത്തിരിക്കും. ഭയങ്കര ഒരു രംഗമായിരിക്കും. മരണം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല, കാഫറിന് ഭയങ്കര പ്രശ്നമാണ് മരണം. എന്നിട്ട് ഈ മലക്ക് പറയും, മലക്കുൽ മൗത്ത് പറയും, അയ്യത്തുഹൽ അന്നഫ്സുൽ ഖബീസ, അല്ലയോ ചീത്ത ആത്മാവേ, ഉഖ്റുജി ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ്, അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും ദേഷ്യത്തിലേക്കും വാ, നിനക്ക് സമയം കഴിഞ്ഞു, നിൻ്റെ ഈ ശരീരത്തിലുള്ള നിൻ്റെ സമയം കഴിഞ്ഞു. എന്നിട്ട് ഈ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. ഭയങ്കരമായ വേദനയുള്ള ഊരലായിരിക്കും അത്, ഭയങ്കരമായ ഒരു അതാണ്. അതുകൊണ്ട് പുറത്ത് വന്നാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. ഇതൊരു സാധനമാണ്, പക്ഷേ നമ്മളെ കണ്ണുകളെ കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിരീക്ഷണങ്ങൾക്കോ ശാസ്ത്രത്തിനോ കാണാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ ആത്മാവ്. എന്താണെന്ന് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് സാധനം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുന്നുണ്ട്. അതിനെ എടുത്തിട്ട് അവരൊരു
വസ്ത്രത്തിൽ പൊതിയും. അത് കണ്ട് പുറത്തേക്ക് എടുത്താൽ കഅൻതനി റീഹിൻ ജീഫ വുജിദത് അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്തുള്ള ഏറ്റവും ചീഞ്ഞു നാറിയ ഒരു ശവത്തിൻ്റെ വാസനയായിരിക്കും ഈ ആത്മാവിന്. ഭയങ്കര വാസനയായിരിക്കും. എന്നിട്ട് ആ ഫയസ്അദൂന ബിഹ, ഈ ആത്മാവുമായിട്ട് പോവുകയാണ്. ആത്മാവിൻ്റെ സ്ഥലമുണ്ട്, സിജ്ജിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അവിടെയാണ് ഇതിനെ സ്റ്റോർ ചെയ്യുക. ഈ പോണ വഴിയിലൊക്കെ ഇത് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. ഭയങ്കര പ്രശ്നമാണ് ഈ സാധനം. അതാണ് എന്ത് വന്നാസിയാറ്റി ഉറക്ക. നമ്മൾക്ക് ഈ ഒരായത്ത് ഓതുമ്പോൾ ശരിക്ക് ഇതെല്ലാം ഉള്ളിൽ വരണം, മനസ്സിലായില്ല? അപ്പോൾ അത് കാണാതെ പഠിക്കുകയും ചെയ്യും. ഇപ്പം ഇനി നമ്മൾ ആയത്ത് പഠിച്ചില്ലേ? ആയത്ത് പഠിക്കല്ല മാത്രമല്ല, ആ ചിത്രം മുഴുവൻ വന്നല്ലോ. എന്താണത്? ഭയങ്കരമാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പം നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഭയപ്പെടണം. അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരണമായിരുന്നു, മനസ്സിലായില്ലേ? അടുത്ത ആയത്ത് വന്നാഷിതാത്തി നഷ്താ, വന്നാഷിതാത്തി നഷ്താ, വന്നാഷിതാത്ത്. അതിൻ്റെ മറ്റേതിന് നേരെ ഓപ്പോസിറ്റ്. വന്നാസിയാത്ത് എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് വേർഡ്. നാസിയാത്ത് എന്തായിരുന്നു? വളരെ പരുഷമായി ഊരിയെടുക്കുന്ന മലക്കുകൾ. നാഷിതാത്തോ സൗമ്യമായി അത് വിശ്വാസിക്കുള്ളതാണ്. നല്ല മനുഷ്യൻ്റെ ആത്മാവ് വളരെ സോഫ്റ്റായിട്ട്. അതാണ് വന്നാഷിതാത്തി നഷ്ത, ഒരു സൗമ്യമായ. രണ്ട് നാഷിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാ, പക്ഷെ ഒന്നും കൂടി ശക്തി കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. വന്നാഷിതാത്തി നഷ്ത, വന്നാഷിതാത്തി, സത്യവിശ്വാസികളുടെ ആത്മാവുകളെ സൗമ്യതയോടെ പുറത്തെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. വളരെ സോഫ്റ്റായിട്ട്. അതാണ് നാഷിത്വത്ത് എന്ന് പറഞ്ഞത്. നഷത്ത എന്ന് പറഞ്ഞാൽ അതാണ് നഷത്ത. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളുടെ ആത്മാവുകൾ വളരെ സൗമ്യമായി. നഷത്ത എന്ന് പറഞ്ഞാൽ അതാണ്, വളരെ സൗമ്യമായി. അത് എടുത്താൽ തന്നെ തീരെ വെയിറ്റ് ഉണ്ടാവില്ല. അങ്ങനെ എടുത്താലുള്ള സാധനത്തിൻ്റെ പ്രത്യേകത അതാണ്. നഷത്ത എന്ന് പറഞ്ഞാൽ സാധനം നമ്മളെടുത്തു, തീരെ വെയിറ്റ് ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഭയങ്കര സോഫ്റ്റുമായിരിക്കും. ഈ സോഫ്റ്റായ സാധനം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ. അതാണ് വന്നാഷിതാത്തി നഷ്ത. ഇവിടെ മലക്കുകൾ ഈ നല്ല മനുഷ്യരുടെ റൂഹിനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന രീതിയാണ് പറഞ്ഞത്. ഭയങ്കര സോഫ്റ്റായിരിക്കും, ഭയങ്കര കാരുണ്യത്തോടു കൂടിയായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, മനസ്സിലായില്ലേ? ഭയങ്കര സ്നേഹമായിരിക്കും. അതിനെക്കുറിച്ച് ഹദീസുകളിലൊക്കെ വന്നത് കമാ തസീലുൽ ഖത്ര മിൻ ഫമിസ് സഖാന. നമ്മളൊരു കുപ്പി ഉണ്ടെങ്കിൽ നമ്മൾ കുപ്പിയിലെ വെള്ളം കുടിച്ചാൽ അതിൽ അവസാനം ഒരു തുള്ളി ഉണ്ട് നോക്കുക. ആ തുള്ളി ഇങ്ങനെ താഴ്ത്തിയാൽ അതിൽ നിന്നിങ്ങനെ ഉറ്റൂലേ, അതുപോലെ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഉറ്റാൻ. അങ്ങനെ സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ പരലോകത്തേക്ക് വേണ്ടി അനുഭവിക്കുന്ന ആദ്യത്തെ സുഖം അതാ. ആദ്യത്തെ ശിക്ഷ ഏതാന്ന് പറഞ്ഞ്? ആദ്യത്തെ സുഖം അതാ. ഭയങ്കരമായിരിക്കും. എന്താ കാരണം എന്നറിയോ? ഈ സത്യവിശ്വാസിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഇവിടുന്ന് പോകേണ്ട ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് ഇവൻ റെഡിയായിരിക്കും, പ്രിപ്പയർഡായിരിക്കും. എതിർക്കുമ്പോഴാണ് എന്ത്? മറ്റവനെ എതിർക്കായിരിക്കും, ഞാനില്ല എന്ന് പറഞ്ഞിട്ട്. ഇവൻ റെഡിയാ പോകാൻ, റെഡിയാ. നേരത്തെ പറഞ്ഞ അതേമാതിരി മലക്കുകൾ വരും. എന്നിട്ട് മലക്കുകൾ പറയും ഉഖ്റുജി. ഭയങ്കരമായ നല്ല വർത്താനം പറയാം. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. നമുക്കത് അവിടെ പറയാമെന്ന് വിചാരിച്ചാൽ ഇർജിഇ ഇലാ റബ്ബിക്, അങ്ങനെ വിളിക്കാം. റാദിയത്തൻ മർദിയ, അവിടുന്ന് തന്നെ അറിയിക്കുകയാണ്. റാദിയത്തൻ, നീ ഭയങ്കര ഹാപ്പി ആയല്ലേ വരുന്നത്. മർദിയ, നീ പോകുന്ന സ്ഥലത്തുള്ളവരും എന്താണ്? ഹാപ്പിയാണ്. അപ്പം തന്നെ ഭയങ്കരമായി വല്ലാത്തൊരു രംഗമാണ്. അതുകൊണ്ടാണല്ലോ സഹാബത്തിൽ പലരും മരിക്കാൻ അവർക്ക് ആഗ്രഹമായിരുന്നു. മരിക്കുന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നത് രോഗികളായി കിടക്കുന്ന
സഹാബത്തിൻ്റെ അടുത്ത് ആളുകൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബു. അതോ നാളെ ഞാൻ അൽഖൽ അഹിബ്ബ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കാണാൻ പോവുക. ആരാ? മുഹമ്മദൻ വസഹ്ബു, മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ആളുകളെയും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അള്ളാഹു സത്യം ചെയ്യുന്നത് എന്താ? വന്നാഷിതാത്തി നഷ്ത, വളരെ സൗമ്യമായി. വളരെ സൗമ്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിരിക്കും. എന്നിട്ട് ആ ആത്മാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ വിപരീത രൂപം പറയുന്നുണ്ട്. ഒരു സത്യവിശ്വാസി അയാൾ ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് പോകാനായാൽ, ആഖിറത്തിലേക്ക് പോകാനായാൽ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ ബീഗുൽ വുജൂഹ്, നല്ല സൗന്ദര്യമുള്ള വെളുത്ത മുഖമുള്ള കുറേ മലക്കുകൾ വരും ഇയാളെടുത്ത്. എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്നുണ്ട് കഅന്ന വുജൂഹഹുമു ശംസ്, അവരുടെ മുഖം കണ്ട സൂര്യനാണോ എന്ന് കരുതി പോകും, അത്ര പ്രകാശമാണ്. നേരത്തെ എന്താ പറഞ്ഞില്ലേ? ഭീകരം എന്നല്ലേ പറഞ്ഞ്? ഇവിടെ നേരെ വിപരീതം, ഭയങ്കര നോക്കിങ്ങനെ ഇരുന്ന് പോകും. ഭയങ്കര ഇഷ്ടമാണ് നോക്കാൻ അതിലേക്ക്. അങ്ങനെ കാണും മരിക്കണ സമയത്ത് ഭയങ്കര. അവരുടെ അടുത്തും തുണി ഉണ്ടാവും, കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന, ആ തുണി സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നത്. കഫൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പൊതിയണ്, മനസ്സിലായി. മാത്രമല്ല വഹനൂത്തുൻ മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തു നിന്നുള്ള സുഗന്ധമുണ്ട് അവരുടെ അടുത്ത്, ഭയങ്കര വരവാ. എന്നിട്ട് അവർ ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാൾക്ക് കണ്ണെത്താവുന്ന ദൂരത്ത് ഈ മലക്കുകൾ വന്നിരിക്കും. എന്നിട്ട് സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, പിന്നെയാണ് മലക്കുൽ മൗത്ത് വരിക. ഇതൊരു ഒരു പ്രോസസ്സ്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത്. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി ഫയഖൂൽ, എന്നിട്ട് അവൻ്റെ തലേൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് മലക്ക് പറയും അയ്യത്തുഹൻ നഫ്സു തയ്യിബ. നേരത്തെ പറഞ്ഞെന്താ? നേരത്തെ എന്താ പറഞ്ഞ്? അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ എന്നാണ് പറഞ്ഞു. എൻ്റെ നേരെ ഓപ്പോസിറ്റ് എവിടെയാണെന്ത്? അയ്യത്തുഹൻ നഫ്സു തയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ് വറിദ്വാൻ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹു നിനക്ക് പാപമോചനം ഒരുക്കി വച്ചിരിക്കുന്നു, അതിലേക്ക്. വറിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് വാ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. നേരത്തെ എന്താ പറഞ്ഞേ? ഉഖ്റുജി ഇലാ ഗളബിൻ വസുഖ്തിൻ മിനല്ലാഹ് എന്നാണ് പറഞ്ഞു. അള്ളാഹിൻ്റെ കോപ്പം, അള്ളാഹ് ദേഷ്യം പിടിച്ച് നിൽക്കുക. ഇവിടെ അള്ളാഹ് തൃപ്തിപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഈ ആത്മാവ് ഇങ്ങനെ പുറത്തേക്ക് വരും. ഊരണ്ട, പോയി പിടിക്കണ്ട, മനസ്സിലായില്ലേ? എങ്ങനെ പുറത്തേക്ക് വരുന്നത്? തസീലു കമാ തസീലുൽ ഖത്രത്തു മിൻ സഖ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെള്ളം കുപ്പിയിൽ നിന്നിങ്ങനെ ഒലിക്കണ മാതിരി. ഫയഖുദ്ഹ, അങ്ങനെ ഒലിച്ച് വരുമ്പോൾ മലക്കതെന്ത് ചെയ്യും? അതിനെടുക്കും, എന്നിട്ട് കൊണ്ടുപോകും. അത് ഭയങ്കര സ്മെല്ലായിരിക്കുന്ന. ഭൂമിയിൽ തന്നെ ഈ ആത്മാവ് പുറത്തേക്ക് വന്നാൽ ആകാശത്തൊക്കെ സ്മെല്ലായിരിക്കുന്ന, ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലീനിലെത്തുന്നവരെ, എല്ലീനാണ് അവരുടെ സ്പേസ്, പോകേണ്ട സ്ഥലം. അവിടെ എത്തുന്നത് ഇവരെ ചോദിച്ചുകൊണ്ടിരിക്കും, ആരാത്, എന്താ സ്മെല്ല്, ആരാണിത്? ഭയങ്കരമായ സംഭവമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മരണത്തിൻ്റെ വേദന, പ്രശ്നം, പ്രയാസം, പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആർക്കാണ്? ക്ലിയറല്ലേ? മറ്റ് ഭയങ്കര സോഫ്റ്റ് ഡെത്തായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിലുള്ള പ്രശ്നം അതാണ്. ഇതിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് അതിലെ വിഷയം, മനസ്സിലായില്ലേ? തയ്യാറായാൽ പിന്നെ എന്തായി? എളുപ്പമായി. തയ്യാറാവുമ്പോൾ പിന്നെ അള്ളാഹു സ്വീകരിക്കാനും അള്ളാഹുക്ക് എന്തായിരിക്കും? ഭയങ്കര ഇഷ്ടമായിരിക്കും. അതാണ് എന്ത്? വന്നാഷിതാത്തി നഷ്ത എന്ന് പറഞ്ഞു. വന്നാഷിതാത്തി നഷ്ത ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ ആ സംഗതി പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമു, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, ഇത് മരണസമയത്താണ്, അവരുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു,
അല്ലാ തഖാഫു വലാ തഹ്സനു. ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ്. എന്താ പനി ആകുക, അവന് ആ ഭയം ഉണ്ടാവില്ല. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ അതെ കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള ഭയമാണ്. ഇത് രണ്ടും ഉണ്ടാവില്ല. അബ്ഷിറു ബിൽ ജന്ന, അവരോട് പറയും അബ്ഷിറു ബിൽ ജന്ന, ഇതാ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സന്തോഷിച്ചുകൊള്ളു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും, ഭയങ്കര വേദനയ്ക്കുള്ള രോഗം വന്ന രോഗികളുണ്ടാവും. ക്യാൻസറൊക്കെ മാതിരിയുള്ള കടുപ്പുള്ള വേദനയ്ക്ക് അവരിങ്ങൾ അസുഖമായി കിടക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖമൊക്കെ ഭയങ്കര കാണാൻ തന്നെ നമുക്ക് ഭയങ്കര പ്രയാസമൊക്കെ ആയിരിക്കും. മരിച്ചാലോ മരിച്ചാൽ ഭയങ്കര പ്രകാശമായിരിക്കും മുഖത്ത്. ചെറുപ്പത്തിലുള്ള ഒരു മുഖമൊക്കെ കാണാൻ ചെറുപ്പത്തിലുള്ള അത്രയും, കാരണം അത് ഈ ഹാപ്പിനെസ്സിൻ്റെയാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതാണ്. പിന്നെ വസ്സാബിഹാത്തി സബ്ഹ, വസ്സാബിഹാത്തി സബ്ഹ, അതും മലക്കുകളാണ്. സബഹ എന്ന് പറഞ്ഞാൽ നീന്തി, കുതിച്ചു, സ്പീഡിൽ വന്നു എന്നൊക്കെയാണ്. മനസ്സിലായില്ലേ? വസ്സാബിഹാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീന്തി വരുന്ന, കുതിച്ചു വരുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. സബ്ഹ ഒരു ശക്തമായ കുതിക്കൽ. വസ്സാബിഹാത്തി സബ്ഹ അതിവേഗം കുതിച്ചു വരുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. മൂന്നാമത്തതും മലക്കുകളാണ്. ഈ മലക്കുകൾ ഭൂമിയിലേക്ക് വരിക ഭയങ്കര സ്പീഡിലായിരിക്കും, ഭയങ്കര സ്പീഡിലായിരിക്കും. ഈ നമ്മൾ ചില ദിവസം ഉൽക്കകളൊക്കെ കാണാല്ലേ, സ്പീഡിൽ ഇങ്ങനെ ഒരു മിന്നിങ്ങനെ പോണേ, അതുതന്നെ നമുക്ക് തോന്നാറുണ്ട് ഭയങ്കര സ്പീഡാണ്. മനസ്സിലായില്ലേ? മലക്കുകൾ അതിനേക്കാൾ സ്പീഡിലായിരിക്കും വരും. സബഹ എന്ന് പറഞ്ഞാൽ അതാ ഒരു നമ്മൾ ഈ ഓട്ടം സ്പീഡായാൽ അതിനെന്ത് പറയും? സബഹ പറയും. ഓട്ടം സ്പീഡായാൽ ശരിക്ക് സബഹ പറഞ്ഞാൽ നീന്തലാണ്. മനസ്സിലായില്ലേ? ഏറ്റവും സ്പീഡുള്ളത് നീന്തലാണ്. അതുകൊണ്ടാണ് ആ പദം തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ മലക്കുകൾ അങ്ങനെയാണ് വരിക. മലക്കുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക ഭയങ്കര സ്പീഡിലായിരിക്കും. മനസ്സിലായില്ലേ? ഭയങ്കര സ്പീഡിൽ. അതുപോലെ തന്നെ ഈ മലക്കുകൾ ഇവിടെ വസ്സാബിഹാത്തി സബ്ഹ എന്ന് പറഞ്ഞാൽ ഈ റൂഹ് പിടിച്ചല്ലോ, എന്നിട്ട് ഈ റൂഹ് പിടിച്ചിട്ട് അവർ തിരിച്ചു പോകുന്ന ആ പോക്കും എന്തായിരിക്കും? ഭയങ്കര സ്പീഡായിരിക്കും. ഭയങ്കര സ്പീഡിലാവുക, ഭയങ്കര സ്പീഡിൽ. അപ്പോൾ ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകളുടെ സഞ്ചാരം എന്താണ്? ഭയങ്കര സ്പീഡാണ്. അവർ ഈ റൂഹ് കൊണ്ടുപോകുന്നതും എന്താണ്? ഭയങ്കര സ്പീഡാണ്. അതൊക്കെ എന്താണ്? വസ്സാബിഹാത്തി സബ്ഹ. അള്ളാഹു വഹി നൽകിയാൽ ആ വഹി ഭയങ്കര സ്പീഡിലാണ് റസൂലിൻ്റെ അടുത്ത് എത്തിയിരുന്നത്. ഭയങ്കര സ്പീഡിൽ ഓരോന്നും അങ്ങനെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ദുആ ചെയ്ത ഉടനെ ജിബ്രീൽ വരുന്നത്. ദുആ ചെയ്ത ഉടനെ ആരാ വരുന്നത്? ജിബ്രീൽ വരിക. കൈ എടുക്കണതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്ത കൈ മടക്കണതിന് മുമ്പ് ജിബ്രീൽ വരും. വസ്സാബിഹാത്ത് സബ്ഹ. ഭയങ്കര സ്പീഡാണ് മലക്കുകൾക്ക്. മനസ്സിലായില്ലേ? ഇതെന്താ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം പറഞ്ഞല്ലോ. ഒന്ന് ഈ ഭയങ്കര പരുഷമായ മലക്കുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ സോഫ്റ്റായ മലക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇനി പൊതുവെയുള്ള മലക്കുകളുടെ ഒരു രീതി അതാണ് സബഹ. അപ്പം എന്ത് സ്പീഡിൽ ചെയ്യണതിനും എന്ത് പറയാം? സബഹ എന്ന് പറയാം. മനസ്സിലായല്ലോ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ഒറിജിനൽ രൂപം എന്താ? സൂറത്ത് ഫാത്തിറിലുണ്ട് മലക്കുകളുടെ ഒറിജിനൽ രൂപം. നമുക്ക് വരക്കാനൊന്നും കഴിയില്ല. ഉലി അജ്നിഹത്തിൻ, ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബ. ചിറകുള്ള ജീവിയാണ് മലക്കുകൾ, ചിറകുള്ള ജീവിയാണ്. ചില ആളുകളൊക്കെ വരച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 ചിറകുണ്ട്, സുലാസ 3 ചിറകുണ്ട്, 4 ചിറകുണ്ട്, പല ചിറകുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിയാണ്. ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബ. അപ്പോൾ എന്തിനായിരിക്കും ചിറക്? സ്പീഡിൽ വരാൻ.
അതന്നെ, അങ്ങനെയാണ് അള്ളാഹു അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ മലക്കുകളുടെ ഡ്യൂട്ടി ഭയങ്കര രസമാണ്. ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് മലക്കുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യതആഖബൂന മലായികത്തു ബില്ലൈലി വന്നഹാർ. ഷിഫ്റ്റാ, രാത്രി ഒരു ടീമും പകൽ വേറൊരു ടീമാണ്. അവർ ഡ്യൂട്ടി മാറുന്ന സമയം ഫയജ്തമിഊന ഫി സലാത്തിൽ അസ്രി വഫി സലാത്തിൽ സുബ്ഹ്. ഡ്യൂട്ടി മാറുന്ന സമയം എപ്പോഴാണ്? സലാത്തുൽ അസ്റിൻ്റെ സമയത്തും സലാത്തു സുബ്ഹിൻ്റെ സമയത്തും. ആ സമയത്ത് കണ്ടുമുട്ടും രണ്ട് ടീമും. ആ ഡ്യൂട്ടി മാറുന്ന സമയമാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് അപ്പോഴാണ് ഇവർ ഡ്യൂട്ടി കൈമാറുക. ഭയങ്കര രസമാണ് അതൊക്കെ. ആ സിസ്റ്റം തന്നെ എന്താണെന്ന് ആലോചിച്ചു, മനസ്സിലായില്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലണവരോട് ചോദിക്കുമല്ലോ, ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് ചെല്ലണ മലക്കുകളോട് ചോദിക്കും, മാദാ തറക്തും ഇബാദി, എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ അടിമകളെ വിട്ടേച്ചു വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ മലക്കുകൾ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുമ്പോൾ പോലും നിസ്കരിക്കുക. കാരണം എന്താ? അസറിൻ്റെ സമയത്താണ് ചെന്നത്, മനസ്സിലായില്ലേ? ഓ തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോരുമ്പോഴും അവരെന്ത് ചെയ്യാണ്? നിസ്കരിക്കുക. രണ്ടും എന്താണ്? നിസ്കാരത്തിൻ്റെ സമയത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, സ്വലാത്തുൽ അസ്റും സ്വലാത്തുൽ ഫജ്ർ സുബ്ഹിയും ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. എന്താ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഡ്യൂട്ടി മാറുന്ന സമയമാണ്. ഈ ഡ്യൂട്ടി മാറുന്ന സമയം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. മനസ്സിലായല്ലോ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ഈ സ്പീഡിൽ വർക്ക് ചെയ്യണ ഒരു ടീമാണ് ആര്? ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ. അവർക്ക് അവരുടെ സൃഷ്ടിപ്പിൻ്റെ രൂപം പറഞ്ഞത് എന്താ വെച്ചാൽ, അവർക്ക് ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു കൽപ്പിച്ചതിനെ ധിക്കരിക്കാൻ അവർക്ക് പറ്റില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, കൽപ്പിച്ചതെന്താണോ അത് ചെയ്യാനേ അവർക്ക് പറ്റൂ. മനസ്സിലായില്ലേ? അതാണ് ഭയങ്കരമായ ഒരു അത്ഭുതമുള്ള സംഗതിയാണ് എന്ത്? ഈ വസ്സാബിഹാത്തി സഭ. പിന്നെ ഭയങ്കര രസമാണ് മലക്കുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇങ്ങനെ കൽപ്പിക്കും അല്ലാഹു. മനസ്സിലായി? മലക്കുകളാണ് എന്ത് ചെയ്യണത്? നടപ്പാക്കണം. അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റിലെ ആക്ഷൻ എന്താ? ആദ്യത്തെ ആക്ഷൻ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. അവരോട് കൽപ്പിച്ചതിനുള്ള നന്ദി. എന്നോട് പറഞ്ഞല്ലോ ചെയ്യാമെന്നുള്ള അതിനുള്ള നന്ദി. ആദ്യത്തെ പണി അതാ, ആദ്യം ചെയ്യുന്ന സംഗതി അത്. മനസ്സിലായില്ലേ? ഒരു വല്ലാത്ത ഒരു സംഗതിയാണ്. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നമ്മൾ എന്താകണം? അതാണ് അള്ളാഹുവിൻ്റെ ആക്ഷനുകൾ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതാണ് മലക്കുകളുടെ ഗ്രേഡിലേക്ക് എത്തുക. മനുഷ്യൻ ഉയർന്ന് മലക്കുകളുടെ ഗ്രേഡിലേക്ക് എത്താൻ പറ്റുമെന്നാണ്. മനസ്സിലായില്ലേ? ആ എത്തൽ എന്താണ്? അങ്ങനെയാണ്. ഓക്കെ. ഫസ്സാബിഖാത്തി സബ്ഖ, ഫസ്സാബിഖാത്തി സബ്ഖ. സാബിഖാത്ത് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുതിച്ചു പോകുന്നവ എന്നാണ്. സബഖ എന്ന് പറഞ്ഞാൽ എന്താ? അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്നൊക്കെയല്ലേ, മുൻകടക്കുന്നവർ. മനസ്സിലായില്ലേ? മുന്നോട്ട് കുതിച്ചു പോകുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. സാബിഖാത്ത് അല്ല, സാബിഖാത്ത്. സബഖ ഒരു മുൻകടക്കൽ അല്ലെങ്കിൽ ഒരു കുതിക്കൽ. ഫസ്സാബിഖാത്തു സബഖ, എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം. എന്നിട്ടെന്ന് പറഞ്ഞാൽ സ്പീഡിൽ വന്നു എന്ന് പറഞ്ഞല്ലോ. സ്പീഡിൽ വന്നിട്ട് അവരെന്താ ചെയ്യുക? ഭയങ്കര സ്പീഡിൽ കുതിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കുന്ന വിഷയത്തിൽ അവർ ഭയങ്കര സ്പീഡായിരിക്കും. അതാണ്. വേറെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലക്കുകൾ മനുഷ്യരുമായിട്ട് മത്സരിക്കും. അതാണ് ഒന്ന് സാബിഖൂനാർ. മത്സരിച്ചിട്ട് അവർ മുൻകടക്കും എന്ത് നന്മ ചെയ്യാൻ. അതുകൊണ്ടാണല്ലോ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകളുമായിട്ടൊരു കൺസൾട്ടിങ് നടത്തുന്നുണ്ടല്ലോ അള്ളാഹ്.
അപ്പോൾ അവരെന്താ ചോദിച്ചേ? അവരെന്താ പറഞ്ഞേ? അതജഅലു മൻ യുഫ്സിദു ഫീഹ നഹ്നു നോക്കൂ, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. പിന്നെ എന്തിനാ ഇനി മലക്കുകൾ സൃഷ്ടിക്കണേ? ഞങ്ങൾ നിന്നെ വാഴ്ത്തും, നിന്നെ പുകഴ്ത്തും, നിന്നെ പ്രശംസിക്കും, നിനക്ക് ഇബാദത്ത് ചെയ്യും. പിന്നെന്തിനാ? അപ്പോൾ അവർ ശരിക്ക് പിന്നെ അങ്ങനെയാണ് അവരുടെ സ്വർഗത്തിൽ പോലും ഒരു സംഭവത്തിൽ കാണാം. സ്വർഗത്തിൽ ഈ വിശ്വാസികൾ എത്തുന്നതിന് മുമ്പ് മലക്കുകൾ എത്തിയിട്ടുണ്ടാവും. അസ്സാബിഖൂന അസ്സാബിഖൂൻ, ഒരുപാട് ആശയമുണ്ട് ആ മുൻകടക്കുക എന്നുള്ളതിന്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ വസ്സാബിഹാത്തു സബ്ഹ, ആ സബ്ഹ എങ്ങനെയാണ്? ആ ഓട്ടം, ആ പറക്കൽ, അല്ലെങ്കിൽ ആ നീന്തൽ, എന്തും പറയാം. അതെങ്ങനെയാണ്? അതിങ്ങനെയാണ്. എങ്ങനെ? ഫസ്സാബിഖാത്തി സബ്ഖ, കുതിച്ച് മുമ്പിലെത്തും. അങ്ങനെ മുമ്പിലെത്തുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൽപ്പന ആകാശത്ത് ഇങ്ങനെ വന്നാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന അവർക്ക് കിട്ടിയാൽ അവർ ചാടുകയാണ് അതിലേക്ക്, അത് ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഒരു മടിയോ ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. അതാണ് മലക്കുകളുടെ ഒരു വിഷയം തന്നെ. അതാണ് അതിൽ പറയുന്നുണ്ട്. ഈ സുജൂദിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കൽപ്പന കിട്ടുമ്പോൾ മലക്കുകളൊക്കെ സുജൂദിലേക്ക് വീഴും. അവർക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ സുജൂദിലേക്ക് വീഴും. എന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടാണ് എന്ത് ചെയ്യണത്? അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട അതാണ്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നമുക്ക് കിട്ടിയാൽ നമ്മൾ ഉടനെ അതിനെ, നമ്മളുടെ പ്രശ്നം നമുക്ക് മടിയാണ്. ഭയങ്കര നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ദീനുമായി ബന്ധപ്പെട്ട സംഗതികൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. രണ്ട് സംഗതി നമ്മുടെ പ്രശ്നമാണ്. അജ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശേഷിയില്ല എന്നുള്ളൊരു തോന്നൽ. അതാണ് അജ്സ്. എനിക്കിപ്പോൾ കഴിയില്ല. എന്തിൻ്റെ വിഷയത്തിലായിരിക്കുന്നല്ലോ ആലോചിച്ചു. ദുനിയാവിൻ്റെ ഒരു വിഷയത്തിൽ നമുക്ക് എന്ത് തോന്നൂല? അജ്സ് തോന്നൂല. സുബഹിക്ക് നമുക്ക് തോന്നുകയാണ് കഴിയൂല, എഴുന്നേക്കാൻ കഴിയില്ല, തല പൊന്തൂല എന്നൊക്കെ. എന്നാൽ ആ സമയത്ത് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലോ പൊന്തൂലേ? അപ്പോൾ എന്താ പ്രശ്നം? അതാണ് ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. രണ്ടാമത്തേത് വൽ കസൽ എന്ന് പറഞ്ഞാൽ മടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ഇവരെന്ന് പറഞ്ഞാൽ ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരു തരം അവരെക്കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ വലാ യഫ്തുറൂൻ. ഒരു തരം ക്ഷീണവുമില്ലാതെ അവർ രാപ്പകലിടതടവില്ലാതെ മടിയുമില്ലാതെ, യഫ്തുറൂൻ എന്ന് പറഞ്ഞാൽ അതാ, ക്ഷീണവും മടിയില്ലാതെ അവർ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കും നമ്മൾക്കുള്ളൊരു പാഠമാണ്. അതിനാണ് ഇരിക്കണം ഈ മലക്കുകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു തന്നത്. പിന്നെ അവസാനത്തേത് ഫൽ മുദബ്ബിറാത്തി അംറ. മുദബ്ബിറാത്ത്, ദബ്ബറ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു എന്ന്. ദബ്ബറ യുദബ്ബിർ. തദ്ബീർ അറിയില്ല? തദ്ബീർ, കൺട്രോൾ, നിയന്ത്രണം, അതൊക്കെ. ഫൽ മുദബ്ബിറാത്ത്, നിയന്ത്രിക്കുന്നവ അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുന്നവ. രണ്ടും ദബ്ബറയാണ്. തദ്ബീർ, നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. ഫൽ മുദബ്ബിറാത്തി അംറ. എന്ത് അംറ? കൽപ്പനയെ, അള്ളാഹുവിൻ്റെ കൽപ്പനയെ. അപ്പം അള്ളാഹുവിൻ്റെ കാര്യം നിയന്ത്രിക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. ക്ലിയർ അല്ലേ? അപ്പം എന്താണെന്ന് ചോദിച്ചാൽ മലക്കുകൾ അങ്ങനെയാണ്. മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ ഓർഡർ കിട്ടിയിട്ട് എന്ത് ചെയ്യാണ്? അത് വേഗം നടപ്പാണ്. മനസ്സിലായില്ലേ? ഈ തദ്ബീർ എന്ന് പറഞ്ഞാൽ തദ്ബീർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തദ്ബീർ എന്ന് പറഞ്ഞാൽ ചില സംഗതികൾ നമ്മൾ ചെയ്യുക അതിൻ്റെ പരിണിത ഫലം നോക്കിയിട്ടാണല്ലോ.
അതിൻ്റെ അവസാനം ദുബർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്നാണ് ദുബർ. അതിന് തന്നെയാണ് ദബ്ബറ വന്നത്. അതിൻ്റെ അവസാനം വരെ നോക്കും, അത് ഞാൻ ചെയ്താൽ എന്താ കിട്ടുക, എന്താ ഉണ്ടാകുക, അങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, തദ്ബീർ എന്ന് പറയും. അത്രയും ഇതൊക്കെ വളരെ രസകരമായ പദങ്ങളുമാണ്. അപ്പോൾ അങ്ങനെയാണ് മലക്കുകൾ പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അപ്രകാരം അവരെന്താക്കും, നടപ്പാക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കാൻ വേണ്ടി പലതരം മലക്കുകളുണ്ട്, പല സംഗതികൾക്കും. മനസ്സിലായില്ലേ? മഴക്കൊരു മലക്കുണ്ട്, പിന്നെ വഹീന് മലക്കുണ്ട്, ഈ റൂഹ് പിടിക്കാൻ ഓരോന്നിനും മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓരോന്നിനും അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചതാണ്. എല്ലാറ്റിനും നമ്മുടെ ഗർഭാശയത്തിൽ പോലും മലക്കുകളുണ്ട്. മനസ്സിലായില്ലേ? ഉറങ്ങുന്ന സമയത്ത് മലക്കുകളുണ്ട് നമ്മളെ കൂടെ, എല്ലാ സമയത്തും മലക്കുണ്ട്. എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അള്ളാഹു പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത്? മലക്കുകൾ. നമ്മൾ കുറച്ച് മലക്കുകളെ നമുക്ക് അറിയുള്ളൂ. കുറച്ച് മലക്കുകളുടെ പേരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മലക്കുകളുടെ പേരങ്ങനെ കിട്ടിയിട്ടില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ അവരുടെ പ്രവർത്തനമേ നമുക്കറിയുള്ളൂ. ഇന്നേ ചെയ്യുന്ന മലക്കുകൾ എന്നേ നമുക്കറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പല മലക്കുകളുമുണ്ട്. ആ മലക്കുകളൊക്കെ എന്താ ചെയ്യുന്നത്? തദ്ബീർ ചെയ്യണം. ഫൽ മുദബ്ബിറാത്തി അംറ. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയാണ്. എന്തിനെ കൊണ്ടൊക്കെ സത്യം ചെയ്തത്? വന്നാസിആതി ഗർഖ. നോക്കൂ നിങ്ങൾ, ഞാൻ ഇവിടുന്ന് തന്നെ പഠിച്ചു പോകാനാണ് ഞാനിത് ഇങ്ങനെ ആവർത്തിക്കണത്. മനസ്സിലായില്ലേ? വന്നാസിആതി ഗർഖ. ഒന്നതാണ് നാസിയാത്തിനെ കൊണ്ട്. നാസിയാത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. 2 നഷ്ത, വന്നാഷിതാത്തി നഷ്ത. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. 3 വസ്സാബിഹാത്തി സബ്ഹ. സാബിഹാത്തി സബ്ഹ. സബ്ഹ പറയുമ്പോൾ നിങ്ങൾ നീന്തൽ ഓർമ്മ വന്നാൽ മതി. മനസ്സിലായില്ലേ? പിന്നെയോ സാബിഖാത്തി സബ്ഖ. അവസാനം മുദബ്ബിറാത്തി അംറ. 5 സത്യങ്ങളാണ് അള്ളാഹു ചെയ്തത്. എന്താ പറയാൻ പോണേ? എന്താ പറയണ്ടേ? ചോദ്യം എന്താ? യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാ. സത്യം ചെയ്യൽ എന്തിനാ? നമ്മൾ വെറുതെ സത്യം ചെയ്യില്ലല്ലോ. ഒരു കാര്യം സത്യസന്ധമാണ് എന്ന് സ്ഥാപിക്കാനും പറയാനാണല്ലോ സത്യം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സത്യം ചെയ്ത് പറയുമ്പോൾ എന്തിനാണ് എന്നും കൂടി പറയണമല്ലോ, വേണ്ടേ? അല്ലേ? അള്ളാഹുവാണ് സത്യം, ഞാനത് എടുത്തിട്ടില്ല എന്നല്ലേ പറയില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് പറയണ്ടേ? അതിവിടെ വന്നിട്ടില്ല. അതാണ് ഇനി വരാൻ പോണത്. മനസ്സിലായില്ലേ? പക്ഷേ അത് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയുന്നുണ്ട്. അതാണ് അടുത്ത വിഷയം. യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിഅ. അപ്പം എന്താ സത്യം ചെയ്ത വിഷയം എന്താണോ അത് പറയാതെ അന്നുള്ള ചില അനുഭവങ്ങൾ പറയണം. അത് മതി. മനസ്സിലായില്ലേ? അതെന്താ? യൗമ തർജുഫുർ റാജിഫ. റജഫ എന്ന് പറഞ്ഞാൽ പ്രകമ്പനമുണ്ടാക്കി, നടുക്കമുണ്ടാക്കി എന്നൊക്കെ. മനസ്സിലായില്ലേ? കുലുക്കം, പ്രകമ്പനം, നടുക്കം എന്നൊക്കെ. ഇപ്പോൾ യൗമ തർജുഫു, നടുക്കമുണ്ടാക്കുന്ന ദിവസം. യൗമ എന്ന് പറഞ്ഞാൽ ദിവസം. അർ-റാജിഫ. അപ്പം ഇതന്നെ ആ റജഫയിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? റാജിഫ, ഒരു നടുക്കം, ഒരു നടുക്കം. അപ്പോൾ യൗമ തർജുഫുർ റാജിഫ, ആ നടുക്കുന്ന സംഭവം, നടുക്കമുണ്ടാക്കുന്ന ദിവസം. അതാണ് ആ സംഭവമാണല്ലോ ഇവർ ചോദിച്ചത്. എന്നാന്ന് ചോദിച്ചില്ലേ? എന്നാന്ന് ചോദിച്ചല്ലോ. എന്നാ എൻ്റെ ഈ സാഴത്ത് എന്ന് ചോദിച്ചല്ലോ. ആ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. യൗമ തർജുഫുർ റാജിഫ. റാജിഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രകമ്പനമാണ്, ഭയങ്കര ശബ്ദമാണ്. മനസ്സിലായില്ലേ? മനുഷ്യന് കേട്ടാൽ ചിലപ്പോൾ പേടി തോന്നുന്ന, ചിലപ്പോഴല്ല പേടി തോന്നുന്ന ഭയങ്കരമായ ശബ്ദമാണ്. അതാണ് എന്ത്? റാജിഫ എന്ന് പറഞ്ഞാൽ. യൗമ തർജുഫു അർ റാജിഫ. യൗമ തർജുഫു
റാജിഫ. ഇവിടെ റാജിഫ എന്ന് പറഞ്ഞ ഈ പ്രകമ്പനം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ ലോകം അവസാനിക്കാൻ വേണ്ടിയുള്ള ഒരു ഊതലുണ്ട്, നഫ്ഖുണ്ട്. നഫ്ഖ് ഒരു കാഹളത്തിലുള്ള ഊത്താണ്. അതിനൊരു മലക്കുണ്ട്. ആ മലക്കിനെ കുറിച്ച് പറയുന്നത്, ആ മലക്ക് ഇങ്ങനെ കാഹളത്തിൽ മുഖം വെച്ചിങ്ങനെ ഇരിക്കണമെന്ന്. എപ്പോഴോ തുടങ്ങിയാണ്. ഇപ്പോൾ ഓർഡർ കിട്ടും, അപ്പം ചെയ്യാനാ. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ലേ? അതിൽ ആദ്യത്തെ ഊത്താണ് എന്ത് റാജിഫ. മനസ്സിലായില്ലേ? യൗമ തർജുഫു അർ-റാജിഫ. അപ്പോൾ അത് സംഭവിച്ചാൽ എന്താ ഉണ്ടാകുകയെന്ന് വെച്ചാൽ, ഒരുപാട് സംഭവങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ, ഭൂമിയും പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ കുലുങ്ങും. തർജുഫ് പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് കുലുങ്ങും, ഭയങ്കര ശക്തിയുള്ള കുലുക്കമായിരിക്കും. എന്താണ് അതിൻ്റെ രൂപം ആർക്കും അറിയില്ല, അള്ളാഹുവിനെ അറിയൂ. ഒരുപാട് പറയുന്നുണ്ട്. വയസ്അലൂനക അനിൽ ജിബാൽ, അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട്, മലക്ക് ഈ പർവ്വതമൊക്കെ കുലുങ്ങുമെന്ന്. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, കുലുങ്ങല്ല, അതെന്താവും? പൊടിയോ. വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ ഏഷ് മൻഫൂഷ്. അഹ്നുൽ മൻഫൂഷ് എന്ന് പറഞ്ഞാൽ എന്താ? കടഞ്ഞ പരുത്തിയാണ്, പഞ്ഞിയാണ്. അങ്ങനെ ആവും എല്ലാ സാധനവും. അതൊരു ഭയങ്കരമായ സംഗതിയാണ്. ഖുർആനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. വനുഫിഖ ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ല മൻ ഷാ അല്ലാഹ്. അതാണ് ഈ റാജിഫ. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടു. അപ്പോൾ ഫസഅഖ, ബോധം കെട്ട് വീണുപോകും എല്ലാം. ആരാ? മൻ, എല്ലാം. ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ആരാന്നറിയാം നിങ്ങൾക്ക്? ആരാ വീഴാതിരിക്കുക? എല്ലാവരും വീഴും, എല്ലാവരും മരിച്ചു വീഴും. ആരൊഴികെന്ന് വെച്ചാൽ ഹമലത്തുൽ അർഷുണ്ട്, അർഷിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. എന്താ കാരണം വെച്ചാൽ അവർ ആകാശത്തിൻ്റെയും അപ്പുറത്താണ്. ആരാ വീഴുന്നു പറഞ്ഞ്? മൻ ഫിസ്സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞു. മൻ ഫിസ്സമാവാതി വൽ അർദ്. അർഷ് എവിടെയുള്ളത്? ഫൗഖ സബഅ സമാവാത്താണ്, അതിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ എൻ്റെ മുകളിലാണ്. അപ്പോൾ അവരിതിപ്പെടില്ല. ഇല്ലാ മൻ ഷാ അല്ലാഹ്. അതുപോലെ ജിബ്രീൽ ഇതിൽ പെടൂലത്ര, ഇസ്രാഫീൽ ഇതിൽ പെടൂലത്ര, മീകായിൽ ഇതിൽ പെടൂലത്ര. മനസ്സിലായില്ലേ? ഇവരൊന്നും എന്തില്ല. അതുപോലെ മലക്കുൽ മൗത്ത്, ഈ നാലും, പിന്നെ ഹമലത്തുൽ അർഷ്. ഇവരല്ലാത്തവർ, ഹമലത്തുൽ അർഷ് എന്ന് പറഞ്ഞാൽ അർഷിനെ വഹിക്കുന്ന കുറേ മലക്കുകളുണ്ട്. മനസ്സിലായല്ലോ? അതൊന്നും എന്താണെന്ന് നമുക്കറിയില്ല. അത്രയും ചിന്തിക്കും വേണ്ട അതിൻ്റെ അപ്പുറത്തേക്ക്. അത് ഒക്കെ ഗൈബിയായ വിഷയമാണ്. ഇവർ മരിക്കൂല. എവിടെ? ആദ്യത്തെ ഊത്തിൽ. മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും മരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് മാത്രം ബാക്കിയാവും. അവസാനം മലക്കുൽ മൗത്തിനോട് അള്ളാഹു പറയും, മുത്ത്, മരിച്ചോ? അപ്പോൾ മലക്കുൽ മൗത്ത് മരിക്കും. അപ്പോൾ എല്ലാവരും മരിച്ചു. കുല്ലു മൻ അലൈഹ ഏഷ് ഫാൻ വയബ്ഖാ യാ അല്ലാഹ് യാ സലാം. എല്ലാവരും പോയി. എന്നിട്ടാണ് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ലിമനിൽ മുൽക്കുൽ യൗം. എന്നിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്, ലിമനിൽ മുൽക്കുൽ, ആർക്കാണ് ഇന്നത്തെ അധികാരം? പറയ്. ആരെങ്കിലും ഉണ്ടോ ഉത്തരം പറയാൻ? എല്ലാവരും പോയില്ലേ? മലക്കുകളടക്കം എന്തായാലും പോയി. അള്ളാഹു തന്നെ പറയും മറുപടി, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇനി ആരുമില്ല. സുബ്ഹാനല്ലാഹ്.
അത് ഭയങ്കരമാണ്. അതാണ് എന്ത് യൗമ തർജുഫു അർറാജിഫ തത്ബഉഹാ അർറാദിഫ. തത്ബഉഹാ അതിനെ തുടർന്ന് വരും. തബിഅ എന്ന് പറഞ്ഞാൽ തുടർന്നു എന്നാ. താബിഈ എന്ന് നമ്മൾ പറയലുണ്ടല്ലോ, സഹാബി താബിഈ എന്നൊക്കെ. താബി എന്ന് പറഞ്ഞാൽ സഹാബിയെ തുടർന്ന ആളാണല്ലോ തബിഅ എന്ന് പറയും. തത്ബഉഹാ അർറാദിഫ അതിനെ തുടർന്ന് അതിൻ്റെ പിന്നാലെ മറ്റൊന്നും വരും. റാദിഫ എന്ന് പറഞ്ഞാൽ പിന്നാലെ വരുന്നത് എന്ന്. റദീഫ് എന്ന് പറയും ഒരാൾക്ക് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ പിന്നിലിരിക്കുന്ന ആളില്ലേ, അയാൾക്ക് പറയാം റദീഫ് എന്നാ. റദീഫ് അതാണ് റാദിഫ, പിന്നാലെ വരുന്നത്. അപ്പോൾ ആദ്യം വന്നത് ആരാ? റാജിഫയാണ്. രണ്ടാമത് വന്നത് എന്താ? റാദിഫയാണ്. ഈ റാദിഫയാണ് രണ്ടാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് ഊതിയാൽ എന്താണ്? അത് നഫ്ഹത്തുൽ ഇഹ്യാ ആണ്, വൽ ബഅത്താണ്. എല്ലാവരും എന്താവും? ജീവിച്ചു വരും. മനസ്സിലായില്ലേ? അതാണ് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അല്ലാഹ് അങ്ങനെ പറഞ്ഞു. രണ്ടാമത് ഒരു ഊത്തും കൂടി ഊതും. അപ്പോഴോ ഫഇദാ ഹും ഖിയാം, മരിച്ചവരൊക്കെ എഴുന്നേൽക്കും. യൻദുറൂൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. യഖ്റുജൂന മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, ഭയങ്കര സ്പീഡിൽ ഓടി വരും. അതാണ് രണ്ടാമത്തെ ഊത്ത്. യൗമ തർജുഫു റാജിഫ തത്ബഉഹാ അർറാദിഫ. അപ്പോൾ രണ്ടെണ്ണമായി. ഇവരോട് പറയാം, നിങ്ങൾക്ക് അറിയണ്ടേ എപ്പോഴാന്നുള്ളത്? അത് ചോദ്യം എന്താ? യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ എന്നാ ചോദ്യം. ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സമയമുണ്ട്, ഇങ്ങനെ രണ്ട് ഊത്ത്. എന്നിട്ടോ കേട്ടോ, ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ഖുലൂബുൻ ഖൽബിൻ്റെ ജമ്മാണ് എന്ത്? ഖുലൂബുൻ. സുബ്ഹാനല്ലാഹ്. ഹൃദയങ്ങൾ, ചില ഹൃദയങ്ങൾ യൗമഇദിൻ അന്ന് വാജിഫ വിറച്ചുകൊണ്ടിരിക്കും. വജഫ എന്ന് പറഞ്ഞാൽ അതാ. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഖുലൂബ് എന്നത് നെക്കിറയായ പറഞ്ഞത്. നെക്കിറ മഅരിഫ, അങ്ങനെ രണ്ട് സാധനമുണ്ട് അറബിയിൽ. അതിൽ നെക്കിറ എന്ന് പറഞ്ഞാൽ അൽ എന്ന് ചേർത്താൽ അത് മഅരിഫയായിരിക്കും. ഇവിടെ അൽ എന്നില്ലല്ലോ, ഖുലൂബുൻ എന്നാണ് പറഞ്ഞു. അൽ എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായ ചില ഹൃദയങ്ങൾ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ദീനൊക്കെ ഇംഗ്ലീഷ് ചേർക്കൂലേ, അതിന് പകരമാണ് എന്ത്? അൽ. മനസ്സിലായല്ലോ? നിങ്ങൾ ഒരുപാട് പ്രയോഗം കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ അതില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇല്ലാതെ വന്ന്? നെക്കിറയായി ഉപയോഗിച്ച് എന്തിനാ? എല്ലാ ഹൃദയങ്ങളും അല്ല എന്ന് പറയാനാണ്. എല്ലാ ഹൃദയങ്ങളും എന്ത് ചെയ്യില്ല? വിറക്കൂല. അത് പറയാനാണ് എന്ത്? ആ പദങ്ങളുടെയൊക്കെ ആ ഉപയോഗം തന്നെ അള്ളാഹു ഉപയോഗിച്ച രീതി അങ്ങനെയാണ്. ഖുലൂബുൻ യൗമഇദിൻ. അപ്പോൾ എല്ലാ ഹൃദയങ്ങളുമില്ല, ചില പ്രത്യേക ഹൃദയങ്ങൾ. അതേത് ഹൃദയ? അള്ളാഹുവിനെ ധിക്കരിച്ച ഹൃദയങ്ങൾ. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. അവർ ഭയങ്കരമായി വിറച്ചുകൊണ്ടിരിക്കും. എന്താ ചെയ്യാൻ? എപ്പോഴാണ് വിറക്കൽ? പേടി ശക്തമാകുന്ന സമയത്താണ് എന്ത്? വിറക്ക അല്ലേ? അതാണ്. അത് എവിടെയാണ് വിറ വരിക? നമ്മൾ കയ്യുമല കാണൽ, കയ്യുമലോ കാൽമലോ ഒക്കെ അല്ലേ കാണുക. പക്ഷേ എവിടെയാണ് സംഭവിച്ചറിയും? ഹൃദയത്തിൽ. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. വേറെ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, വഅൻദിർഹും യൗമൽ ആസിഫത്തി ഇദിൽ ഖുലൂബു ലദൽ ഹനാശിർ. അവരുടെ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തും. പേടിച്ചിട്ട്. അതാണ്. അബ്സാറുഹാ ഖാശിഅ. ഹൃദയം പേടിച്ച് വിറച്ചാൽ പിന്നെണ്ടാകുന്ന ഒരു രംഗമാണെന്ത്? അബ്സാറുഹ. ബസറിൻ്റെ ജമ്മാണെന്ത്? അബ്സാർ. അവയുടെ കണ്ണുകൾ. അബ്സാറുഹ എന്നാ പറഞ്ഞത്. അബ്സാറുഹ. അബ്സാറുഹും എന്നല്ല പറഞ്ഞത്.
അവരുടെ കണ്ണുകൾ എന്നല്ല പറഞ്ഞത്. പിന്നെ അവയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അബ്സാറുൽ ഏഷ്, അബ്സാറുൽ ഖുലൂബ്. മനസ്സിലായി? അബ്സാറുൽ ഖുലൂബ്, ആ ഹൃദയങ്ങളുടെ കണ്ണുകൾ. അപ്പോൾ എല്ലാവരുടെ കണ്ണുകളല്ല, അബ്സാറുൽ ഖുലൂബ്, ഇത്തരം ഹൃദയത്തിൻ്റെ കണ്ണുകൾ. അബ്സാറുഹാ ഖാശിഅ. ഖാശിഅ, ഖാശിഅ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഖുശൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ എന്താ. നമ്മൾ പറയല്ലോ നിസ്കാരത്തിലെ ഖുശൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതന്നെയാണ് ഇവിടെ ഖാശിഅ. അപ്പോൾ ഖുശൂ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഒന്നും നോക്കൂല. എവിടേക്കേ നോക്കുള്ളൂ? താഴോട്ട് നോക്കും. അബ്സാറുഹാ ഖാശിഅ, അവയുടെ കണ്ണുകളെന്ന് കീഴ്പോട്ട് താഴ്ന്നിരിക്കും. കീഴ്പോട്ട് താഴ്ന്നിരിക്കും. എന്താ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും എന്ന് പറഞ്ഞാൽ? കണ്ണുകൾ എപ്പോഴാണ് കീഴ്പോട്ട് താഴുക? ഇത് നോക്കൂ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിൽ മനുഷ്യൻ്റെ ഖൽബ്, അത് ഭയങ്കര ഒരു പാഠമാണ്. മനുഷ്യൻ്റെ ഖൽബ് മനുഷ്യൻ്റെ സകല അവയവങ്ങളുമായി കണക്റ്റഡാണ്. മനസ്സിലായില്ലേ? ഫസ്റ്റ് കണക്ഷൻ എവിടെയാണ് നിങ്ങൾ? യെസ്, അതാണ്. അതുകൊണ്ടാണ് ദുഃഖം വന്നാൽ ആദ്യം സംഭവിക്കണം എന്താ? കരച്ചിലാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ അവയവങ്ങളും ഹൃദയമായിട്ട് കണക്റ്റഡാണ്. എല്ലാം. ബാക്കിയുള്ളതിനൊക്കെ പിന്നെ ഇങ്ങനെ സംഭവിക്കും, ഗ്രാജ്വലി എല്ലാറ്റിനും സംഭവിക്കും. പക്ഷെ ആദ്യം സംഭവിക്കുക അബ്സാറുഹാ ഖാശിഅ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിലപ്പോൾ പറയല്ലേ, എൻ്റെ കണ്ണുണ്ടാൽ അറിയാലോ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, പറയല്ലേ? യെസ്, അതെ. ചിലരുടെ കണ്ണ് കണ്ടാൽ നമുക്കറിയും എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് അബ്സാറുഹാ ഖാശിഅ. അബ്സാറുഹാ ഖാശിഅ. നോക്കൂ, ഭയങ്കരമായി സ്റ്റേണായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ കണ്ണ് പെട്ടെന്ന് മനസ്സിലാവും. കള്ളന്മാരൊക്കെ എങ്ങോട്ട് നോക്കിയിട്ടാണ് പിടിക്കൽ? എന്താടാ ഈ താഴേക്ക് നോക്കണമെന്നല്ല പറയൽ? എന്താടാ ഈ താഴേക്ക് നോക്കണമെന്നാണ് പറഞ്ഞത്. അതന്നെ സംഭവം. മനസ്സിലായല്ലോ? രണ്ടും ഒരേമാതിരി അല്ല എന്നർത്ഥം. വതറാഹും ഖുർആനിൽ പറയുന്നുണ്ട് ഖാശിഈന മിനദ്ദുൽ എന്ന. എന്തുകൊണ്ടാണ് അറിയോ താഴേക്ക് നോക്കിയത്? മിനദ്ദുൽ, അപമാനഭാരത്താൽ താഴേക്ക് നോക്കിയതാണ്. ദുനിയാവിൽ ഇവർ ആരായിരുന്നു പറയും? ദുനിയാവിൽ ഇവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എല്ലാവരെയും പേടിപ്പിച്ച് നടന്ന ആൾക്കാരാണ്. എല്ലാവരെയും വിറപ്പിച്ച് നടന്ന ആൾക്കാരാണ്. ഇതുവരെ അവരാരുടെ മുമ്പിൽ എന്ത് ചെയ്തിട്ടില്ല? തല താഴ്ത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ സുബ്ഹാനല്ലാഹ്, ഇവിടെ അവർ ശരിക്ക് തല താഴ്ത്തുകയാണ്. തല താഴ്ത്തുകയാണ്. ഇതാണ് ആ ദിവസത്തിൻ്റെ അവസ്ഥ. അതാണ് ഇവരോട് പറഞ്ഞത്. നിങ്ങൾ ആ ദിവസത്തെ പറ്റിയല്ലേ ചോദിച്ച്? ആ ദിവസത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഇതാണ് ആ ദിവസത്തിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ 9 വചനങ്ങളായി. ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നും കൂടി ഇത് നോക്കാം. എല്ലാവരും നോക്കിക്കോളെ. ഇതെന്താ വെച്ചാൽ ഇത് ഇവിടുന്ന് തന്നെ പഠിച്ചു പോയാൽ മതി. നിങ്ങൾ വളരെ എളുപ്പമാണ്. വേറൊരു ദിവസത്തിന് കാത്ത് പിന്നെ ബാക്കി വെക്കണ്ട. നാളെ പഠിക്കാമെന്നൊന്നും വെക്കണ്ട. മനസ്സിലായില്ലേ? ഒരു കാര്യം കൂടി, ഈ നോട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്തോളാം. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിക്കോ, വാട്സപ്പ് ഗ്രൂപ്പ്. ഈ എല്ലാ ആളുകളെ പാടുള്ളൂ കേട്ടോ. ക്ലാസ്സിൽ വന്ന ആൾക്കാരെ പാടുള്ളൂ. എല്ലാവർക്കും അവർക്കിത് ഗ്രഹിക്കില്ല. 2 കാര്യം: ഒന്ന് ഗ്രഹിക്കില്ല, 2 ചിലപ്പോൾ അവർ വായിക്കണ മലയാള പരിഭാഷയിലുള്ള അർത്ഥമാവില്ല ഇത്. അപ്പോൾ ഒരു പ്രശ്നം. ഇവിടെ ഉള്ള ആളുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഇത് നോക്കി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കി വായിച്ചു. ഇനി നിങ്ങളൊരു 5 തവണ വായിച്ചാൽ തന്നെ അതവിടെ ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒന്നുകൂടി നോക്കോളൂ. വന്നാസിആതി ഗർഖ. ഇതിൽ നിങ്ങളിങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ മതിയേ. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആശയം മനസ്സിലാകത്തോ അർത്ഥം മനസ്സിലാകത്തോ, ഇത് ശരിക്കും ഇങ്ങനെ ഇത് ആശയം മനസ്സിലായി നമ്മളിതിൻ്റെ കൂടെ പോയാൽ ഭയങ്കര രസമായിരിക്കും. മലക്കുകൾ നമ്മളെ കൂടെ ഇങ്ങനെ വരുന്നത് ഇപ്പോൾ കാണും. വന്നാസിആതി ഗർഖ അറിയാലോ? അവിശ്വാസികളുടെ ആത്മാവുകളെ അതിശക്തമായി നിർദ്ധയമായി ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം.
വന്നാഷിതാത്തി നഷ്താ, സത്യവിശ്വാസികളുടെ ആത്മാവുകളെ സൗമ്യതയോടെ പുറത്തെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. വസ്സാബിഹാത്തി സബ്ഹ, അതിവേഗം കുതിച്ചു വരുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. ഫസ്സാബിഖാത്തി സബ്ഖ, എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം. പോകുന്നവ എന്ന് പറഞ്ഞാൽ പോകുന്ന മലക്കുകളാണ്. മലായിക്കത്ത്, അവ എന്ന് പറയാൻ കാരണം മലായിക്കത്ത് എന്നത് മലക്കിൻ്റെ ബഹുവചനമാണ്. അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചത്. മലായിക്കത്ത് ജമ്മുകൾ അങ്ങനെ ബഹുവചനങ്ങൾ അങ്ങനെ ഉപയോഗിക്കുക, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ. ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം. എന്ന് വെച്ചാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് പറയുന്നത് എന്താണ് ഈ സത്യം ചെയ്ത് പറയുന്നത്? യൗമ തർജുഫുർ റാജിഫ, ആ നടുക്കുന്ന സംഭവം, നടുക്കമുണ്ടാക്കുന്ന ഒരു ദിവസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ റാജിഫ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അതാണ്, മനസ്സിലായില്ലേ? പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താ? ആദ്യത്തെ ഊത്താണ്. ഓക്കെ. തത്ബഉഹ റാദിഫ, അതിനെ തുടർന്ന് അതിൻ്റെ പിന്നാലെ മറ്റൊന്ന് വരും. റാദിഫ എന്ന് പറഞ്ഞാൽ പിന്നാലെ വരുന്നത്, പിന്നാലെ വരുന്നത് പറഞ്ഞാൽ രണ്ടാമത്തെ ഊത്താണ്. ഖുലൂബു യൗമഇദിൻ വാജിഫ, ചില ഹൃദയങ്ങൾ അന്ന് വറച്ചുകൊണ്ടിരിക്കും. നമ്മൾ ബേജാറാകരുത്. കാരണം എന്താ അറിയോ, ചില ഹൃദയങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ നമ്മൾ പെടൂല, നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ചില ഹൃദയങ്ങൾ എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി ബേജാറാണ്, നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഖുലൂബു യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിയ. അബ്സാറുഹാ, ഇവിടെ ഭയങ്കര രസമുള്ളൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ ഭൂമിയിൽ അവർ ജീവിച്ച കാലത്ത് അവരോട് താഴോട്ട് നോക്കാൻ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല? താഴോട്ട് നോക്കിയിട്ടില്ല. താഴോട്ട് നോക്കാൻ പറഞ്ഞത് എപ്പോഴാണ്? എന്നുവെച്ചാൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല? അതെ, അത് ആ സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട്. ഖാശിഅത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദ്ഉന ഇല സുജൂദി വഹും സാലിമൂൻ. അത് ഖാശിഅത്തൻ അബ്സാറുഹും, അവിടെ ചെന്നിട്ട് അവരുടെ തല ഇങ്ങനെ താഴ്ന്നു. തർഹഖുഹും ദില്ല, അപമാനം അവരെ മൂടിയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? എന്താ? ഖദ് കാനൂ യുദ്ഉന ഇല സുജൂദ്, അവരെ സുജൂദ് ചെയ്യാൻ വിളിച്ചിരുന്നു. വഹും സാലിമൂൻ, അവർ ഭൂമിയിൽ നല്ല സുഖമായി ആരോഗ്യത്തോടെ ജീവിച്ച കാലത്ത് അന്ന് ചെയ്തില്ല. താഴത്തേക്ക് നോക്കാൻ പറഞ്ഞ സമയത്തൊന്നും എന്ത് ചെയ്തില്ല? താഴത്തേക്ക് നോക്കിയിട്ടില്ല. അതിൻ്റെ ഫലമാണ് എന്ത്? ഇത് അബ്സാറുഹാ ഖാശിയ. അതിരേലുള്ളൂ, അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹ്, അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ മനസ്സിലാക്കി അഹ്ലുൽ ഖുർആനിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.